മനുഷ്യൻ്റെ നിയമങ്ങൾക്കപ്പുറം പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥലം. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ജനിക്കാനോ മരിക്കാനോ അനുവാദമില്ല. ഇങ്ങനെയൊരു നിയമമുള്ള ലോകത്തിലെ ഒരേ ഒരു സ്ഥലം സ്വാൽബാർഡ്. നോർവേയുടെ വടക്ക് ഭാഗത്ത് ആർട്ടിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. നോർവേയിൽ നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ അകലെയാണ് ഞാൻ ഈ പറഞ്ഞ ദ്വീപസമൂഹം ഉള്ളത്. ഇതുതന്നെയാണ് ലോകത്തിലെ വടക്കേ അറ്റത്ത് മനുഷ്യവാസമുള്ള ഒരു പ്രദേശം. അപ്പം നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു കുഞ്ഞൊരു എയർപോർട്ടാണ്. ഇവിടെ ആകെ എത്തുന്നത് 2 എയർലൈനിൻ്റെ ഫ്ലൈറ്റുകൾ മാത്രം, അതും നോർവേയുടെ മെയിൻലാൻഡായ ഓസ്ലോയിൽ നിന്ന് മാത്രം. ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും വിസയില്ലാതെ ഇവിടെ വന്ന് താമസിക്കാം. ആർക്കും റെസ്ട്രിക്ഷൻ ഇല്ല, ഒരു പാസ്പോർട്ടിനും വിലക്കുമില്ല. പക്ഷെ വരാൻ പറ്റുക നോർവേയുടെ ക്യാപിറ്റൽ സിറ്റിയായ ഓസ്ലോയിൽ നിന്ന് മാത്രം. ആ കാരണം കൊണ്ട് തന്നെ ഷെങ്കൻ വിസ ഇല്ലാതെ ഒരാളെ സംബന്ധിച്ച് അത് നടക്കാത്ത സ്വപ്നം മാത്രമാണ്. ഇവിടെയുള്ള ആകെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നത് എയർപോർട്ട് ഷട്ടിൽ ബസ്സാണ്. ആ ബസ് ഓരോ വിമാനവും ലാൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എത്തുന്നു. എന്നിട്ട് അതിൽ വന്നിറങ്ങുന്ന എല്ലാവരെയും കൊണ്ട് യാത്ര തിരിക്കുന്നു. എന്നാൽ സാധാരണ ഷട്ടിൽ ബസ് പോലെ അല്ല ഇത്. ഇതിൽ നമുക്കൊരു ഗൈഡിനെ കൂടി കിട്ടും. ആ ഗൈഡ് തന്നെയാണ് നമ്മുടെ ഡ്രൈവറും. സോ ആൾ നമ്മളെ ഓരോ സ്ഥലവും വിശദീകരിച്ച് പറഞ്ഞ് കാണിച്ച് നമ്മുടെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കും. സ്വാൽബാർഡിലെ ലോങ്ങിയർ ബീൻ എന്ന കൊച്ചു സിറ്റിയിലാണ് നമുക്ക് താമസിക്കാൻ അനുവാദമുള്ളൂ. അതിനപ്പുറത്തേക്ക് സ്വാൽബാർഡ് ഐലൻഡ് തന്നെയാണെങ്കിലും മനുഷ്യവാസം ഉള്ളത് ഇവിടെ മാത്രം. എയർപോർട്ടിൽ നിന്നും വെറും 5 കിലോമീറ്റർ മാത്രമേ ഈ കൊച്ചു സിറ്റിയിലേക്കുള്ളൂ. റാഡിസൺ ബ്ലൂ തൊട്ട് ടോം ക്രൂസ് മിഷൻ ഇമ്പോസിബിൾ ഫിലിം ചെയ്ത ടൈമിൽ താമസിച്ച ഫുങ്കൻ ലോഡ്ജ് വരെ ഇവിടെയുണ്ട്. ഞങ്ങൾ എടുത്തത് പക്ഷേ ഒരു ഹോസ്റ്റലായിരുന്നു. എയർപോർട്ടിൽ നിന്ന് ലോങ്ങിയർ ബിയൻ സിറ്റി വരെ എത്താൻ ഒരാൾക്ക് 1250 രൂപയാകും. ഇതുകൂടാതെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ടാക്സി വിളിക്കാം. അതിന് ഏകദേശം 8000 രൂപയുടെ അടുത്താവും. ഈ കാണുന്ന ഏരിയാസിലാണ് ലോങ്ങിയർ ബീനിലെ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വളരെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, ഡേ കെയർ ഉണ്ട്, സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, കൾച്ചറൽ സെൻറ്റേഴ്സ് ഉണ്ട്, മ്യൂസിയങ്ങളുണ്ട്. എന്തിന്, ലോകത്തുള്ള പല രാജ്യത്തു നിന്നുമുള്ള ബുക്ക് കിട്ടുന്ന ലൈബ്രറി വരെയുണ്ട്. ഞങ്ങളിപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് താമസിക്കാനുള്ള സ്റ്റുഡൻസ് ഹോസ്റ്റലിലായിരുന്നു. ഈ സിറ്റിയുടെ ചുറ്റും ഉയർന്നു കാണുന്ന മലകളുടെ മുകളിൽ മുഴുവൻ വർഷങ്ങൾ പഴക്കമുള്ള ഗ്ലേഷ്യേഴ്സ് മൂടപ്പെട്ടിരിക്കുകയാണ്. നല്ല സൂര്യപ്രകാശം അടിക്കുമ്പം നല്ല നീല കളറിൽ അത് പ്രകാശിക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കാനായി തിരഞ്ഞെടുത്ത പ്ലേസ്. ഇതൊരു ഹോസ്റ്റലാണ്. നോർവേയിലെ വളരെ എക്സ്പെൻസീവ് ആയൊരു സ്ഥലം ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, അത് സ്വാൽബാർഡാണ്. ഇവിടെ വരുന്ന ഒട്ടുമിക്ക സഞ്ചാരികളും ഓസ്ലോയിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി പാക്ക് ചെയ്താണ് വരാറ്. കാരണം അത്രയ്ക്കും എക്സ്പെൻസീവ് ആണ് ഇവിടെ എന്തും വാങ്ങണമെങ്കിലും. എല്ലാം നോർവേയുടെ മെയിൻലാൻഡിൽ നിന്നും കൊണ്ടുവരുന്നത് തന്നെയാണ്. ഇതറിയാമായിരുന്നിട്ട് കൂടി ഞങ്ങളത് വാങ്ങാൻ നിന്നില്ല. അതുകൊണ്ട് തന്നെ സൂപ്പർ മാർക്കറ്റിന് ലക്ഷ്യം വെച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റൽ റിസപ്ഷനിൽ സെൻറ്ററിലേക്ക് പോകാനായി വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളോട് വരുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങളും അവരുടെ കൂടെ സെൻറ്ററിലേക്ക് പോയി. ഈ കാണുന്നതാണ് ഇവിടെയുള്ള ആകെ ഒരു സൂപ്പർ മാർക്കറ്റ്. ആകെ ഒന്നേ ഉള്ളൂ എന്ന് കരുതി അതിനെ ചെറുതാക്കണ്ട. 10 എണ്ണത്തിൻ്റെ വലുപ്പമുണ്ട് ഈ സൂപ്പർ മാർക്കറ്റിന്. ഇവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല. ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും, ഫ്രഷ് ബ്രെഡും, ഹോട്ട് ഫുഡ് ഐറ്റംസും, പ്ലാന്റ്സും, മേക്കപ്പ് ഐറ്റംസും, വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങളും, എന്തു വേണ്ട 10 കടയിൽ നിന്ന് വാങ്ങേണ്ടതെല്ലാം ഇവിടെ കിട്ടും.
ഇവിടെ കണ്ട മറ്റൊരു കാര്യമാണിത്. ഇവിടെ പല സ്ഥലത്തും ഇങ്ങനെ ഒരു ബോർഡ് നമുക്ക് കാണാനായി കഴിയും. ഇവിടെ ആരുടെയും ഫോട്ടോ പകർത്തുന്നതിന് അലൗഡ് അല്ല. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ഇവിടെ മാത്രമാണ് ഇത്രയധികം വിലക്ക് കാണാനായി സാധിക്കുക. ഇവിടെ ആകെയുള്ള 2500 താമസക്കാരും പല നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അതിനാലാവൂ എന്ന് ഞാൻ കരുതി. ഇനി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം, ഇവിടെ ആർക്കും ജനിക്കാനും മരിക്കാനും അനുവാദമില്ലാത്തതിൻ്റെ കാരണം. ഇവിടെയുള്ള ആകെ 2500 ആളുകളും ജനിച്ചത് ഇവിടെയല്ല എന്നതാണ് യഥാർത്ഥ സത്യം. ഇവിടെയുള്ള ആകെയുള്ള ഹോസ്പിറ്റലിന് അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതാണ് കാരണം. ആകെ 4 ബെഡ്സ് മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെയുള്ളത്. പ്രഗ്നൻ്റ് ആയ ഒരാളുണ്ടെങ്കിൽ അവരെ പ്രസവ സമയം അടുക്കാറാവുമ്പോൾ 3 മാസം മുൻപ് തൊട്ട് വിമാനത്തിൽ അടുത്തായ ഹോസ്പിറ്റൽ പിന്നെയുള്ള ട്രോംസോയിലേക്ക് മാറ്റിയിരിക്കണം. ഇനി ഇവിടെ മരിക്കാൻ അനുവാദമില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, മരണം ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നല്ലാത്തതുകൊണ്ട് മരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് മണ്ടത്തരമാവും. മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ പാടില്ല എന്നതാണ് സത്യം. കാരണം ഇവിടെ എപ്പോഴും മണ്ണ് പെർമഫ്രോസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിനാൽ തന്നെ മൃതദേഹങ്ങൾ ചീഞ്ഞു നശിക്കില്ല. സോ ഒരുപാട് പ്രായമായവരും മരിക്കാറായവരും ഈ പ്രദേശം വിട്ടുപോയിരിക്കണം. അതല്ലെങ്കിൽ ഈ മൃതദേഹങ്ങളിൽ നിന്നുള്ള വൈറസും ബാക്ടീരിയയും അങ്ങനെ തന്നെ നശിക്കാതെ കിടക്കും. സോ ഗുരുതരമായ അസുഖമുള്ളവരെയല്ലേ നോർവേയുടെ മെയിൻലാൻഡിലേക്ക് മാറ്റും. 1918 ലോകമെമ്പാട് സ്പാനിഷ് ഫ്ലൂ എന്ന മാരകമായ പകർച്ചവ്യാധി പടർന്നു പിടിച്ച് കോടിക്കണക്കിന് ആളുകൾ മരിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? ഈ രോഗം അന്ന് ഈ ഐലൻഡിലും എത്തിയിരുന്നു. അന്ന് മരിച്ചവർ ഇവിടെ അന്നുണ്ടായിരുന്ന ഒരു ശ്മശാനത്തിലാണ് അടക്കിയത്. ഇതെല്ലാം കഴിഞ്ഞ് 1998 ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ അന്ന് പകർച്ചവ്യാധി മൂലം മരണപ്പെട്ട കൽക്കരി തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പഠനങ്ങൾ നടത്തി. ബട്ട് അന്ന് ആ ദൗത്യത്തിന് തുനിഞ്ഞിറങ്ങിയവരെല്ലാവരും ഞെട്ടി. സാധാരണഗതിയിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ മൃതദേഹങ്ങൾ അഴുകി മണ്ണിനടിയേണ്ടതാണ്. എന്നാൽ 80 വർഷങ്ങൾക്ക് ശേഷവും ആ മൃതദേഹങ്ങൾ ഒട്ടും ജീർണിക്കാതെ അതേപോലെ തന്നെ കിടക്കുന്നു. കൂടാതെ അവർ മരിക്കാൻ കാരണമായ സ്പാനിഷ് ഫ്ലൂ ഒട്ടും വീര്യം കുറയാതെ ജീവനോടെ ഇരിക്കുന്നു. ഇതിനെല്ലാമുള്ള കാരണം ഇവിടുത്തെ മണ്ണ് പെർമഫ്രോസ്റ്റായി ഇരിക്കുന്നതിനാലാണ്. ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പോയത് ഒരു മാളിലേക്കാണ്. ഇതിവിടെയുള്ള ചെറിയൊരു ഷോപ്പിംഗ് മാളാണ്. ഇവിടെ വസ്ത്രങ്ങൾ, സുവനീറുകൾ, ഫുഡ്, ചോക്ലേറ്റ് എല്ലാം ലഭിക്കുന്ന ഏരിയ ഉണ്ട്. ഇതിനുള്ള ഒരു കഫേയും ഉണ്ട്. അതിവിടെ വളരെ ഫേമസ് ആയ ഒരു കോഫി ഷോപ്പാണ്. ഞങ്ങൾ അതിനുള്ളിൽ കയറി ഒരു കോഫി കുടിക്കുക എന്ന് വിചാരിച്ചു. ലൊംപെൻ സെൻട്രറ്റ് എന്നാണ് ആ ഷോപ്പിംഗ് മാളിൻ്റെ പേര്. ഇതിനുള്ളൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ കഴിയും. അതിന് പുറത്തായി റൈഫിൾസ് ഉള്ളിൽ കയറ്റാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വളരെ വിചിത്രമായി നമുക്ക് തോന്നുമെങ്കിലും ഇവിടെ പലരുടെയും കയ്യിൽ റൈഫിൾസ് സുരക്ഷയ്ക്കായി കയ്യിൽ കരുതാറുണ്ട്. ഇവിടെ ഞങ്ങൾ താമസിച്ച സ്ഥലത്തു നിന്ന് ഒരുപാട് അകലത്തല്ലാതായി ഞാൻ വൈൽഡ് റെയിൻഡിയേഴ്സിനെ കണ്ടു. വെളുത്ത രോമങ്ങളുള്ള ആ മാനുകൾ നോർവേയുടെ മെയിൻലാൻഡിലെ മാനുകളെ പോലെ ആയിരുന്നില്ല. ഇവയ്ക്ക് ഉയരം കുറച്ച് കുറവാണെങ്കിലും വളരെ തടിച്ച ശരീരവും കൂടുതൽ രോമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വർഷം മുഴുവൻ മഞ്ഞായതിനാൽ തന്നെ ഈ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനായിരിക്കണം ഇങ്ങനെയൊക്കെ. ഞാൻ ഇവയെ കണ്ടപ്പോൾ ശ്രദ്ധിച്ച കാര്യം, ഇവരെപ്പോഴും എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെയാണെ ഫുള്ള് കല്ലും മഞ്ഞും മാത്രം. ബട്ട് ഞാൻ വായിച്ചറിഞ്ഞത് കുറച്ച് സസ്യങ്ങൾ മാത്രമുള്ള സാഹചര്യത്തിലും ഭക്ഷണം കണ്ടെത്താനുള്ള കഴിവ് ഇവയ്ക്ക് ഉണ്ടെന്നാണ്. അതുതന്നെയാണ് ഇവ കഠിനമായ വിന്ററിലും അതിജീവിക്കുന്നത്. ഞങ്ങൾ വന്നതിൻ്റെ അടുത്ത ദിവസമായിരുന്നു നോർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, നോർവേയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. 1814 നോർവേയുടെ ഭരണഘടന ഒപ്പുവെച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും മെയ് 17 ഇത് ആഘോഷിക്കാറുമുണ്ട്. ഇതുതന്നെയാണ് നോർവേയിലെ ഏറ്റവും വലിയ ആഘോഷ ദിനവും. നോർവേയുടെ ക്യാപിറ്റൽ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ പരേഡ് എത്തിയും വലിഞ്ഞുമൊക്കെയാണ് കാണാറുള്ളത്. എന്നാൽ സ്വാൽബാർഡിൽ വെറും 2500 ആളുകൾ മാത്രമേ താമസിക്കുന്നുള്ളൂ. അതിനാൽ ഇവരുടെ ആഘോഷങ്ങളെല്ലാം അടുത്തു നിന്ന് കാണാനായി സാധിച്ചു. കൂടാതെ അവരുടെ പരേഡിലും പങ്കെടുത്തു. ഇന്നിവരെല്ലാം നോർവേയുടെ ട്രഡീഷണൽ ഡ്രസ്സായ ബുണാഡാണ് ധരിക്കുക.
പഴയ ഭാഷയിൽ സ്വാൽബാർഡ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ തണുത്ത തീരം എന്നായിരുന്നു. ഇവിടെ 5 പ്രധാന ദ്വീപുകളുണ്ട്, കൂടാതെ ആയിരക്കണക്കിന് ചെറിയ ദ്വീപുകളും. ഏകദേശം അയർലൻഡിൻ്റെ വിസ്തീർണമുള്ള ഇവിടെ താമസിക്കുന്നത് വെറും 2500 ആളുകൾ മാത്രം. 1596-ലാണത്രേ ഈ ഐലൻഡിൽ ആദ്യമായി ഒരാൾ എത്തിയത്. അതും ഒരു ഡച്ചുകാരൻ, വില്യം ബാരൻറ്റ്. ചൈനയിലേക്കുള്ള പുതിയ പാത കണ്ടെത്തുന്നതിനുള്ള യാത്രക്കിടയിലാണ് ഇവിടെ എത്തിയത്. ഇന്നിവിടെ 2500 ആളുകളുണ്ടെങ്കിലും 3000-ലേറെ പോളാർ ബെയേഴ്സ് ഉണ്ട്, അതിനോടൊപ്പം വാൽറസുകളും. ഈ ധ്രുവക്കരടികളുടെ പ്രധാന ആഹാരം ഈ വാൽറസുകൾ തന്നെയാണ്. ഇന്നീ കാണുന്ന ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയത് ഇവിടെ കോൾ മൈനിങ് കണ്ടെത്തിയതിനു ശേഷമാണ്. വളരെ റിമോട്ടായി കിടന്നിരുന്ന ഈ സ്ഥലത്ത് ആദ്യം വന്നവരൊക്കെ തന്നെ തിമിംഗലങ്ങളെ വേട്ടയാടി അതിൻ്റെ ഇറച്ചിയും കൊഴുപ്പും വിൽപ്പന നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് 1900-ൽ ഈ മഞ്ഞുമലകളുടെ ഇടയിൽ കൽക്കരി കണ്ടെത്തി. അത് കുഴിച്ചെടുക്കാനായി നിരവധി തൊഴിലാളികളെ ആവശ്യമായി വന്നു. പിന്നീട് പല രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി തൊഴിലാളികൾ ഇവിടെ എത്തി. പല കമ്പനികളുടെയും കൽക്കരി ഖനികൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഇതിൽ മെയിൻ നോർവീജിയൻ, റഷ്യൻ കമ്പനികളാണ്. ആ തൊഴിലാളികൾക്കായി താമസ സൗകര്യങ്ങളും കെട്ടിടങ്ങളും കടകളും വന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ജനവാസ മേഖലയായി മാറിയത്. ഇന്നെന്നാൽ അതിലൊരു കൽക്കരി ഖനി പോലും പ്രവർത്തിക്കുന്നില്ല. അന്നത്തെ അവരുടെ ക്യാബിൻസ് എല്ലാം തന്നെ ഹോട്ടലുകളുമായി മാറി. 1906-ലാണ് ഇവിടെ ആദ്യമായി ഒരു കൽക്കരി ഖനി വന്നത്. ജോൺ മൺട്രോ ലോങ്കിയൻ എന്ന ആളാണ് അത് കൊണ്ടുവരാനുള്ള കാരണം. അദ്ദേഹം അതിന് മൈൻ 1 എന്ന് പേരിട്ടു. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ പട്ടണത്തിന് അദ്ദേഹത്തിൻ്റെ പേരായ ലോങ്ങിയർ ബീൻ എന്ന പേരും വന്നു. ഇവിടുത്തെ തൊഴിലാളികളുടെ താമസ സ്ഥലം, ഭക്ഷണം, കട എല്ലാം തന്നെ കൽക്കരി ഖനി കമ്പനിയുടേതായിരുന്നു. എന്നാൽ ഇന്ന് കൽക്കരി ഖനി കമ്പനികൾ ഒന്നും തന്നെ ഇല്ലാഞ്ഞിട്ടും ഈ നഗരം ജീവിക്കുന്നു. ഇന്നിവിടെ ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റി തൊട്ട് സിനിമാ തിയേറ്റർ വരെയുണ്ട്. ഇവിടെ വിൻ്ററിൽ പോളാർ നൈറ്റ് എന്ന പ്രതിഭാസം കാണാനായി കഴിയും. 24 മണിക്കൂറും ഇരുട്ട്. വിൻ്ററിലെ ദിവസങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം എപ്പോഴും ഓണായിരിക്കും. എവിടെയും ഇരുട്ട്. ഈ രാത്രി ആരംഭിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെയുള്ളവരെല്ലാം സംഗീതത്തോടെ സ്വാഗതം ചെയ്യുന്നു. 40 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് അവരെല്ലാം ഒരേ മനസ്സോടെ ഒത്തുകൂടുന്ന ഒരു ദിവസമാണെന്ന്. ഇവിടെ നിങ്ങൾക്കൊരു മരം പോലും കാണാനായി കഴിയില്ല. ഒരു മരം പോലും പിടിക്കില്ല എന്ന് തന്നെ പറയണം. കാരണം ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. കൂടാതെ ഇവിടെ പൂച്ചയെ വളർത്താനും നമുക്ക് പറ്റില്ല. അതിനിവിടുത്തെ നിയമം അനുവദിക്കുന്നില്ല. കാരണം പല ദേശാടന പക്ഷികളെയും പിടിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണത്രേ. ഇവിടെ കണ്ട മറ്റൊരു കാര്യം എന്നത് ഏത് കെട്ടിടത്തിൽ കയറിയാലും അത് വീടായിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, ചർച്ച ആയിക്കോട്ടെ, അകത്ത് കയറുന്നതിന് മുൻപായി ചെരുപ്പുകൾ അഴിക്കണം. ഇത് നോർവേയുടെ മെയിൻലാൻഡിൽ കാണാത്ത ഒരു ആചാരമായിരുന്നു. ആദ്യം ആചാരമെന്നും വൃത്തിയുടെ ഭാഗമെന്നൊക്കെ ഓർത്തെങ്കിലും ഇതിനു പിന്നിലൊരു ചരിത്രം തന്നെ ഉണ്ടായിരുന്നു. കൽക്കരി ഖനി തൊഴിലാളികളുടെ കാലുകളിലെ കൽക്കരി മറ്റ് സ്ഥലങ്ങളിലെത്തുമ്പോൾ അവിടേക്ക് കടക്കാതിരിക്കാനായിരുന്നു ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നിരുന്നത്. അത് ഇന്നും അവർ തുടർന്നുകൊണ്ട് പോകുന്നു. ഇവിടെ പല സ്ഥലത്തും പോളാർ ബെയർ സൈൻ നമുക്ക് കാണാനായി കഴിയും. ആ സൈൻ ബോർഡ് കാണുന്നതിനപ്പുറത്തേക്ക് റൈഫിൾസ് ഉള്ള ഒരു ഗൈഡ് ഇല്ലാതെ നമുക്ക് പോകാനായി അനുവാദമില്ല. ഇനി അങ്ങനെ പോയി നമുക്ക് എന്ത് സംഭവിച്ചാലും ഒരു ഇൻഷുറൻസ് പോലും നമുക്ക് ലഭിക്കുകയുമില്ല. ഏകദേശം 5000 സ്നോമൊബൈൽസ് ഈ സ്വാൽബാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് വെറും 2500 ആളുകൾക്ക് മാത്രമല്ല ഉള്ളത്, ഇവിടെ വരുന്ന സഞ്ചാരികൾക്കും വേണ്ടിയുള്ളതാണ്. ഇതിവിടെ ഒരു വിനോദോപാധിയായി മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഇതിവിടുത്തെ പ്രധാന ഗതാഗത മാർഗം കൂടിയാണ്. ഇവിടെ ലോങ്ങിയർ ബീനിൽ ഒരു ഹസ്കി കഫേ ഉണ്ട്. ഹസ്കി നായകൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു കഫേ.
അതിനുള്ളിൽ കയറിയാൽ നമുക്ക് കുറേയധികം ഹസ്കി നായക്കുട്ടികളെ ടേബിളുകളിലും ചെയറുകളിലും ഒക്കെ കാണാനായി കഴിയും. ഞങ്ങൾ ചെന്ന സമയത്ത് അത് അടച്ചിട്ടിരിക്കുന്നതിനാൽ ഞങ്ങൾക്ക് കാണാനായി കഴിഞ്ഞില്ല. ഇതുകൂടാതെ ഇവിടെ ഒരുപാടധികം മ്യൂസിയങ്ങളുണ്ട്. അതിൽ പലതും നമുക്ക് ഫ്രീ ആയി വിസിറ്റ് ചെയ്യാം. പലതിലും കുറച്ച് സമയം മാത്രമേ വിസിറ്റിംഗ് ടൈം എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനാൽ തന്നെ ടൈം നോക്കി പോകുന്നത് അനിവാര്യമാണ്. ഞങ്ങളീ പോകുന്നത് ഗൈഡഡ് സിറ്റി ടൂറിലേക്കാണ്. ലോക്കൽ ഗൈഡിനോടൊപ്പം ഈ ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ. അദ്ദേഹം നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയും കൾച്ചറും ലൈഫ് സ്റ്റൈലും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. Take only 72 people go on the west coast. I have also been a pilot on a big cruise ship from Nordkapp to Svalbard and back to Tromsø. Also had a pub inside the city center called Carlsberger pub. And also bus company. Yeah, for about 9 years ago I sold everything. Free man. Very good. This undertaker Thailand. 160 from the Philippines. They work here. ഈ റോഡിലൂടെ ക്രോസ് ചെയ്തു പോകുന്ന ഈ മൃഗമാണ് സ്മൈലിംഗ് ഏഞ്ചൽ ഓഫ് ദ ആർട്ടിക് എന്ന് വിളിക്കുന്ന ആർട്ടിക് ഫോക്സ്. -50 ഡിഗ്രിയിലും ഇതിന് അതിജീവിക്കാനായി കഴിയും. കാരണം വിൻ്ററിൽ മഞ്ഞ് പോലെ വെള്ളയും വേനൽക്കാലത്ത് തവിട്ട് നിറം കടന്ന ചാര നിറത്തിലും ഇതിൻ്റെ രോമങ്ങൾ മാറുന്നു. കൂടാതെ ശരീരത്തിലെ ചൂട് പരമാവധി സംരക്ഷിക്കാൻ ചെറുകാലുകളും ചെവികളും കാൽപാദങ്ങളിൽ പ്രത്യേക സർക്കുലേഷൻ സിസ്റ്റവും ചുരുങ്ങിയ മൂക്കും ഇതിന് സഹായിക്കുന്നു. ഇവിടെ മാസങ്ങളോളം ഇരുട്ടാണ്. എന്നാൽ ഇരുട്ടിന് ശേഷം സൂര്യപ്രകാശം ആദ്യമായി താഴ്വരയുടെ അടിത്തട്ടിലെത്തുന്ന ആ നിമിഷത്തെ ഇവിടെയുള്ള ആളുകൾ വളരെ ആരവത്തോടെയാണ് എതിരേൽക്കുന്നത്. അതിവിടെയുള്ള ഈ കാണുന്ന ചർച്ചിൽ വന്നാണ് ആഘോഷിക്കാറ്. എല്ലാവരും ചർച്ചിന് മുൻപിൽ കിഴക്കോട്ട് നോക്കി നിൽക്കും. മലയുടെ അരികിലൂടെ സൂര്യൻ്റെ വെളിച്ചമെത്തുന്ന ആ അത്ഭുത നിമിഷത്തിനായി എല്ലാവരും കാത്തിരിക്കും. Closed in 1987. But for 2 years ago they opened like a museum up there. You can also see the cable where you go to the harbor. ഈ കാണുന്നവയൊക്കെ അന്നത്തെ കൽക്കരി തൊഴിലാളികളുടെ ക്യാബിൻസുകളാണ്. ഇന്നത് മ്യൂസിയം ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നു. ഈ ലോങ്ങിയർ ബീനിൽ പലയിടത്തും തുരുമ്പ് പിടിച്ച് പഴയ കേബിൾ ടവറുകൾ കാണാം. അതെല്ലാം തന്നെ സ്മാരകങ്ങളായി സൂക്ഷിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ഭൂരിഭാഗം കാലവും ഈ ടവറിലൂടെയാണ് കൽക്കരി കൊണ്ടുപോയിരുന്നത്. ഇനി ഗൈഡ് ഞങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത് ഈ ടൗണിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് കേട്ടോ. ഇനി ഞങ്ങൾ പോകുന്നത് ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായി സൂക്ഷിച്ചിരിക്കുന്ന വിത്തിനങ്ങളിരിക്കുന്ന സ്ഥലത്തേക്കാണ്. സ്വാൽബാർഡ് ഗ്ലോബൽ സ്വീഡ് വാൾട്ട്. ഒരു വാതിൽ മാത്രമുള്ള പൂർണ്ണമായ അടച്ചു കെട്ടിയ ടണൽ. ഇതുവഴി 130 മീറ്റർ ഒരു മഞ്ഞ് ഗോഡൌണിലേക്ക് യാത്ര ചെയ്യാനായി കഴിയും. ഇതിനുള്ളിൽ -18 ഡിഗ്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച 13 ലക്ഷത്തോളം വിത്തിനങ്ങളാണ്. അതിൽ 1500-ലധികം സസ്യവർഗ്ഗങ്ങളുമുണ്ട്. ലോകത്തെങ്ങുമുള്ള ചെറുതും വലുതുമായ 1400-ലേറെ വിത്ത് കേന്ദ്രങ്ങളിൽ നിന്നാണ് ലോകാവസാന വിത്ത് നിലവറയിലേക്ക് വിത്തുകൾ ശേഖരിക്കുന്നത്. ഏകദേശം 45 ലക്ഷം വിത്തിനങ്ങൾ ശേഖരിക്കാനുള്ള രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം.
ഇനി എന്തൊക്കെ സംഭവിച്ച് വൈദ്യുതി നിലച്ചാലും 200 വർഷത്തോളം വിത്തുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 1000 വർഷത്തിലേക്കുള്ള കരുതൽ മാത്രമല്ല, ലോകത്തെവിടെയും യുദ്ധവും ക്ഷാമവും ഉണ്ടായാലും ഇവിടെ നിന്ന് വിത്തുകൾ കൊണ്ടുപോകാറുണ്ട്. സ്വാൽബാർഡിൽ ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനായിട്ടുണ്ട്. സ്വാൽബാർഡ് എക്സ്പെഡിഷൻ ടൂർ അതിന് നിങ്ങളെ സഹായിക്കും. ആർട്ടിക് ബോട്ട് എക്സ്പെഡിഷനിൽ ദിവസങ്ങളോട് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോളാർ ബെയർ സഫാരിയും ഗ്ലേഷ്യർ ടൂറും ഒക്കെ ആസ്വദിക്കാം. കൂടാതെ ഡോഗ് സ്ലെഡ്ജിങ്ങും സ്നോ മൊബൈൽസും ഹൈക്കിങ്ങും മൈനിങ് ഹിസ്റ്ററി ടൂറും ഒക്കെ ഇവിടെയുണ്ട്. ലോങ്ങിയർ ബിയൻ എന്ന കൊച്ചു പട്ടണത്തിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോങ്ങിയർ ബിയൻ്റെ മഞ്ഞിനടിയിൽ മറഞ്ഞിരിക്കുന്നത് കൽക്കരി മാത്രമല്ല, ആയിരക്കണക്കിന് മനുഷ്യരുടെ അധ്വാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ചരിത്രമാണ്. കൂടാതെ മനുഷ്യവർഗത്തിനുള്ള പ്രതീക്ഷയുടെ വാതിലും.